നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിൻ്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെയുള്ള ഓരോ വസ്തുക്കളും അതിൽ പ്രധാനമാണ്. ഹലോ, ഞാൻ അക്ബർ, സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റ്. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് മെറ്റീരിയൽസിൽ നിന്ന് എങ്ങനെ മികച്ചത് തിരഞ്ഞെടുക്കാം, അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൈസിനെ അപേക്ഷിച്ച് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. വിലക്കുറവ് നോക്കി നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയിൽ നിങ്ങൾ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ISI മാർക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന ഷോപ്പുകളായി അല്ലെങ്കിൽ ആളുകളായിട്ട് നിങ്ങൾ ഡീലിംഗ് നടത്തുക. കെട്ടിടത്തിന്റെ ബലത്തിന് ആവശ്യമായതാണ് കമ്പികൾ. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് TMT സ്റ്റീലുകൾ അവൈലബിൾ ആണ്. അതിന്റെ നീളത്തിനനുസരിച്ചുള്ള വെയിറ്റും വളയാനും നിവരാനുമുള്ള ശേഷി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ വെട്ടുകല്ല്, കരിങ്കല്ല്, ചെങ്കല്ല് എന്നിങ്ങനെ പലതരം കട്ടകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന്റെ സ്ട്രെങ്ത്, ഷേപ്പ്, വെയിറ്റ്, സൈസ്, കളറ് എന്നിവ നോക്കി സെലക്ട് ചെയ്യും. അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ആവശ്യമായ പൈപ്പുകൾ, ടാപ്പുകൾ, വാൽവുകൾ ഇവയിൽ ISI മാർക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും തുരുമ്പ് പിടിക്കാത്ത മെറ്റീരിയൽസ് എടുക്കാനും ശ്രമിക്കുക. അതുപോലെ മരം കൊണ്ടുണ്ടാകുന്ന ഫർണിച്ചർ, ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് എന്നിവ ചെതില് പിടിക്കാത്തതാണെന്ന് ഉറപ്പ്. അലുമിനിയം പോലുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഉള്ളതും കളർ ഫെയ്ഡ് ആവാത്ത മെറ്റീരിയൽസ് നോക്കി എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ടൈല്, പെയിന്റ്, ഫിനിഷിംഗ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ഫെയ്ഡ് ആവാത്ത, കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഈട് നിൽക്കുന്നത് സെലക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യൂ.